തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എന്താ ഇവിടെ നിൽക്കുന്നത്? എത്ര വൈകിയാലും ഞാൻ വരുമെന്നല്ലേ തന്നോട് പറഞ്ഞിരുന്നത്. പിന്നെന്തിനാ തിടുക്കപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നത്, അതും വിശാലിനൊപ്പം? നിങ്ങൾ എപ്പോ വരുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഫോണിൽ പോലും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനെപ്പോ വന്നാലെന്താ, അമ്മയുടെ കൂടെയല്ലേ താൻ നിൽക്കുന്നത്? ഇവിടെ മോള് കിടന്ന് ബഹളം വെച്ചോന്ന് അപ്പച്ചി വിളിച്ചു പറഞ്ഞു. ശരി, മോള് കിടന്ന് ബഹളം വെച്ചുകൊണ്ട് താൻ നേരത്തെ പോന്നു. എന്നിട്ടെന്താ ഇവിടെ എത്താതിരുന്നത്? അത് ഞാനിവിടെ വന്നതിന് ശേഷമാണല്ലോ താൻ വന്നത്. ഇടയ്ക്ക് എവിടെയെങ്കിലും കേറിയോ? ഭക്ഷണം വാങ്ങാൻ കേറി. വിശാലിനോട് ദേഷ്യമായിരുന്നല്ലോ തനിക്ക്, ഇപ്പൊ അതൊക്കെ മാറിയോ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നെ സംശയമുള്ള പോലെ. എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ സംശയിക്കാതിരുന്നാൽ മാത്രം പോരല്ലോ, തന്റെ ഡാഡിക്കും കൂടി അത് തോന്നണ്ടേ? എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാ താൻ തോന്നിയ പോലെ നടക്കുന്നെന്നാ ഡാഡി പറയുന്നത്. ഞാൻ എങ്ങനെ നടന്നു? അത് സാറിനോട് തന്നെ ചോദിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ ഇപ്പൊ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞാൻ വെറുതെ വണ്ടി ഓടിച്ച് വീട് വരെ ചെന്നു. അത് ശരി, അതാണല്ലേ പ്രശ്നമായത്? അത് മാത്രമല്ല, പലതും എനിക്ക് പ്രശ്നം തന്നെയാ. എന്നുവെച്ചാ ഒരു വഴക്കിന് എന്തായാലും ഞാനില്ല. ഇന്ന് ചെയ്തതുപോലെ ഇനി ചെയ്യരുത്. അപ്പോ നിങ്ങൾ എന്നെ സംശയിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ? ശരി, ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല, പോരെ? എന്റെ ഇഷ്ടത്തിന് ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അമ്മയെ നിർബന്ധിച്ചു, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. എന്താ സ്വാമി? സാറേ, ഒരു കുഴപ്പം പറ്റി. കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സ്വാമി, കഴിഞ്ഞ മാസമല്ലേ സർവീസ് ചെയ്ത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. വണ്ടി എന്തായാലും ഒരു സ്ഥലത്ത് ഞാൻ ഒതുക്കിയിട്ടിട്ടുണ്ട്. സർവീസ് സെന്ററിൽ വിളിച്ചപ്പം അവർക്ക് നാളെ വരാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ വേറെ എവിടെയെങ്കിലും വിളിക്ക. അത് വേണ്ട സാറേ, സ്ഥിരം ആൾക്കാർ ചെയ്യണമല്ലോ നല്ലത്. തന്നെയല്ല, ഒരു മാസമായിട്ടല്ലേ ഉള്ളൂ സർവീസിന് കൊടുത്തിട്ട്. എന്താ ഇപ്പൊ സംഭവിക്കാൻ കാരണം അവരെന്നെ നോക്കി പറയട്ടെ. അപ്പോൾ വണ്ടിയോ? സാർ പേടിക്കണ്ട, ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്താണ് ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് വേണോ സ്വാമി? എന്നെ സാറിന് വിശ്വാസമില്ല? സാർ ധൈര്യമായിട്ടിരിക്കും. നാളെ സർവീസ് സെന്ററിൽ നാളെ വന്നിട്ട് വണ്ടി എടുപ്പിക്കാം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ശരി. എന്ത് ചേച്ചി? അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ പ്രിയെ. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. ശരത്താണെങ്കിൽ ഇവിടെ ഇല്ല. അച്ഛൻ വേറെ വഴിക്കല്ലേ പോയത്? അവര് തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അച്ഛൻ ഫോൺ എടുക്കാത്ത? ഞാൻ എപ്പോ വിളിച്ചാലും എടുക്കുന്ന ആളാ. എത്ര നേരമായെന്നറിയോ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? എന്തെങ്കിലും തിരക്ക് വന്ന് കാണും ചേച്ചി. അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യത്തിലായിരിക്കും. എന്തോ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല.
ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസം ആയിരിക്കില്ലെന്ന് എനിക്ക് രാവിലെ തൊട്ടേ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്റെ മനസ്സമാധാനം മുഴുവൻ പോയി കിട്ടി. നമുക്കെന്നാ ശരത്തിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഏയ് വേണ്ട. അങ്ങനെ ചെയ്താ നമ്മൾ പേടിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവും. അങ്ങനെ ഒരു തോന്നല് ഒരു കാരണവശാലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല.